ഹായ് കൂട്ടുകാരെ, കുട്ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു ഡോൾഫിന്റെയും കുഞ്ഞു മീനിന്റെ പരസ്പര സഹായത്തിന്റെയും ദയയുടെയും കഥയാണ്. കഥ കേൾക്കാൻ എല്ലാരും റെഡിയല്ലേ? അങ്ങ് ദൂരെ ഒരു കടലിൽ പവിഴപ്പുറ്റുകളും കടൽ ചെടികളും നിറഞ്ഞ കടലിന്റെ അടിത്തട്ടിലായിരുന്നു ഡാസിൽ എന്ന ഡോൾഫിന്റെ താമസം. കുസൃതി കുട്ടനായ അവന് കടലിനെ ഏറെ ഇഷ്ടമായിരുന്നു. തിരകൾക്ക് മുകളിലൂടെ ചാടി മുറിഞ്ഞ് കളിക്കുന്നതായിരുന്നു അവന്റെ ഇഷ്ട വിനോദം. കടലിൽ കുറച്ച് ദൂരെയായി ശാന്തമായ ഒരു സ്ഥലത്ത് പവിഴപ്പുറ്റുകൾക്കിടയിൽ നാണം കുണുങ്ങിയായ ഫിനി എന്ന കുഞ്ഞു മീൻ താമസിച്ചിരുന്നു. ഈ പവിഴപ്പുറ്റുകളായിരുന്നു അവന്റെ ലോകം. അത് വിട്ടു ദൂരേക്ക് പോകാൻ അവന് പേടിയായിരുന്നു. അതിനകത്ത് ഒളിച്ചിരുന്നവൻ ചിന്തിക്കും, ഈ പവിഴപ്പുറ്റിനപ്പുറത്ത് എന്തായിരിക്കും? എങ്ങനെയിരിക്കും അവിടെ? ഒരു ദിവസം കളിച്ചു നടക്കുന്നതിനിടയിൽ ഡാസിൽ ഒരു കരച്ചിൽ കേട്ടു. പായലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഫിനിയുടേതായിരുന്നു ആ കരച്ചിൽ. രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ എന്നവൾ നിലവിളിക്കുകയായിരുന്നു. ഡാസിൽ അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. നീ വിഷമിക്കണ്ടോ, ഞാൻ രക്ഷിക്കാം, പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഡാസിൽ അവന്റെ പല്ലുകൾ കൊണ്ട് ആ വള്ളികൾ കടിച്ചു മുറിച്ച് കുഞ്ഞു ഫിനിയെ രക്ഷിച്ചു. സന്തോഷം കൊണ്ടവൾ തുള്ളിച്ചാടി. എന്നെ രക്ഷിച്ചതിന് നന്ദി, ഫിനി പറഞ്ഞു. ശരി ശരി, നീ എന്റെ കൂടെ കളിക്കാൻ വരുന്നുണ്ടോ? ഡാസിൽ ചോദിച്ചു. ഞാനേ വരാം, പേടിച്ചാണെങ്കിലും അവൾ പറഞ്ഞു. അങ്ങനെ തിളങ്ങുന്ന പവിഴപ്പുറ്റുകളും ഉയർന്നു പൊങ്ങുന്ന ജെല്ലി ഫിഷുകളും കൂട്ടം കൂടി പായുന്ന കുഞ്ഞു മീനുകളെയും കണ്ട് അത്ഭുതത്തോടെ ഫിനി പറഞ്ഞു, ഹായ്, ഈ കടൽ എന്തൊരു അത്ഭുതമാണ്. അങ്ങനെ കളിച്ച് രസിച്ച് നടക്കുമ്പോഴാണ് സഹായിക്കണേ, എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്കണേ എന്നൊരു നിലവിളി അവർ കേട്ടത്. അവർ അങ്ങോട്ടേക്ക് കുതിച്ചു പാഞ്ഞു. അവിടെ മീൻപിടുത്തക്കാരുടെ വലയിൽപ്പെട്ട് കിടക്കുന്ന ഒരു ഞണ്ടിനെയാണ് അവർ കണ്ടത്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, ഫിനി പറഞ്ഞു. ഡാസിൽ ഫിനിയെ നോക്കി പറഞ്ഞു, നമുക്കിതിനെ രക്ഷിക്കാം. ഞാൻ വല വലിച്ചു പിടിക്കാം, നീ അതിന്റെ കണ്ണികൾ കടിച്ചു മുറിക്കണം. ശരി, നമുക്ക് പെട്ടെന്ന് ചെയ്യാം, ഫിനി മറുപടി പറഞ്ഞു. അവർ ഞണ്ടിനെ രക്ഷിക്കാനുള്ള ശ്രമം തുടങ്ങി. കഠിനമായ പരിശ്രമത്തിന് ശേഷം ഞണ്ട് വലയിൽ നിന്ന് മോചിതനായി. അവൻ സന്തോഷത്തോടെ കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, നന്ദി പ്രിയ കൂട്ടുകാരെ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. ഫിനി പറഞ്ഞു, ഒരാളെ രക്ഷിക്കുമ്പോൾ എന്റെ ധൈര്യം കൂടുന്നതായി തോന്നി. അതാണ് ദയയുടെ ശക്തി, ഡാസിൽ പറഞ്ഞു. അന്നു മുതൽ ഡാസിലും ഫിനിയും കൂടി എല്ലാവരെയും സഹായിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത് കൂട്ടുകാരെ? മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ കഴിവുകളും ശക്തികളും കൂടുകയാണ് ചെയ്യുന്നത്. നിങ്ങളും സഹായിക്കില്ലേ? കഥ ഇഷ്ടമായോ കൂട്ടുകാരെ?
ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.